ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മൺഡേ മാർക്കറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് റിക്കാമാരി എന്ന സ്ഥലത്താണ് മൺഡേ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സാധാരണ ഇവിടെ ചെടികളൊന്നും വെക്കാറില്ല. ഇപ്രാവശ്യം പോയപ്പോൾ കുറേ ചെടികൾ കണ്ടു. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പാത്രങ്ങൾ വേണമായിരുന്നു. അപ്പോൾ പാത്രത്തിന്റെ വിലയൊക്കെ ചോദിച്ച് അന്വേഷിച്ച് വെക്കായിരുന്നു. ചെമ്പരത്തിപ്പൂ വിരിച്ച് നിൽക്കുന്ന പോലത്തെ പാത്രം എനിക്ക് ഇഷ്ടമായി, പക്ഷെ വാങ്ങിച്ചിട്ടില്ല, അവിടെ തന്നെ വെച്ചു. പിന്നെ പോകുന്ന വഴിക്ക് ചെരുപ്പ് കണ്ടു. ചെരുപ്പിന്റെ വില എത്രയാണെന്ന് ചോദിച്ചു. 150 രൂപ. നല്ല ചെരുപ്പ്, സ്റ്റുഡിയോയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന പോലത്തെ ചെരുപ്പ് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. വാങ്ങിക്കാൻ കവറിലാക്കി. സ്കാനർ ഉണ്ടോ ഭയ്യ ചോദിച്ചപ്പോൾ സ്കാനർ ഇല്ല പറഞ്ഞപ്പോൾ തിരിച്ചു കൊടുത്തിട്ട് വന്നു. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ പൈസയും കൊണ്ടുപോയിട്ട് വേണം അത് വാങ്ങിക്കാൻ. പിന്നെ മാർക്കറ്റിൽ വിലക്കുറവാണോ ചോദിച്ചു കഴിഞ്ഞാൽ വിലക്കുറവാണ്. നമ്മളിങ്ങനെ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ വിലക്കുറവിൽ കിട്ടാറുണ്ട്, ഇല്ലാന്നില്ല. പക്ഷെ അത്ര വിലക്കുറവുമില്ല. ഫ്രൂട്ട്സിനൊക്കെ വില കണ്ടാൽ നമ്മളങ്ങനെ വിജലംബിച്ച് നിന്ന് പോകും. ജഗതി പറഞ്ഞ വാക്ക് ഞാനിവിടെ ഉപയോഗിച്ചു, വിജിലംബനം. നല്ല വാക്കല്ലേ? പിന്നെ അങ്ങനെ വിജിലംബിച്ച് നിന്ന് ഞാൻ പച്ചക്കറി വാങ്ങിക്കാൻ പോയി. എനിക്ക് കുറച്ച് ഉള്ളി വാങ്ങിക്കണമായിരുന്നു. ഉള്ളി വാങ്ങിക്കാനായിരുന്നു ഇന്നത്തെ പ്രധാന പരിപാടി. അപ്പോൾ അത് നോക്കാൻ വേണ്ടി നിന്നു. ഉള്ളിൻ്റെ ഒപ്പം ചേർന്ന് ബാക്കി സാധനങ്ങൾ കുറച്ച് വാങ്ങിച്ചു. ഇത് പച്ചപ്പട്ടാണി, നമ്മൾ പാക്കറ്റിൽ ഉണക്കിയിട്ട് കിട്ടുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഈ പച്ചയിൽ അത് ഫ്രഷായിട്ട് കാണുന്നത്. ഇത് നമ്മുടെ മല്ലിത്തല. ഇത് ഒരു കെട്ടിന് 5 രൂപയാണ്. അപ്പോൾ അയാൾ ഞങ്ങൾക്ക് 5 രൂപേൻ്റെ മതിയായിരുന്നു, പക്ഷേ അയാൾ 20 രൂപയ്ക്ക് തന്നു. ഞാൻ എന്തിനാണ് 20 രൂപയ്ക്ക് ആലോചിക്കായിരുന്നു. അപ്പോൾ എന്തായാലും സാരില്ല, വാങ്ങിയിട്ട് വന്നു. പിന്നെ പ്രത്യേകതയിൽ കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആസാമി തക്കാളിയാണ്. അത് 1 രൂപേൻ്റെ കോയിൻ്റെ അത്രയും കൂടി വലിപ്പമില്ല, അതിനേക്കാൾ ചെറുത്. അതിൻ്റെ പിന്നെ ആവശ്യമില്ലാത്തതുകൊണ്ട് അത് കണ്ടിട്ട് മാത്രമേ വന്നുള്ളൂ. പിന്നെ അതായിട്ട് കുറേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. പിന്നെ ക്രോപ്പ് ടോപ്പുകളൊക്കെ നല്ല രസമുണ്ട് കാണാൻ. വാങ്ങിച്ചാലും ഇടാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടിൽ ഞാനതൊന്നും വാങ്ങിച്ചില്ല. കാണാൻ എനിക്കിഷ്ടമായ ബ്ലാക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. പിന്നെ എനിക്ക് ബ്ലാക്ക് ഡ്രസ്സ് കൂടുതലായതുകൊണ്ട് ഇതെടുത്തിട്ട് പോയി എൻ്റെ അമ്മ എന്നെ ഔട്ടിച്ച് വിടും. ഇപ്രാവശ്യം പോയപ്പോൾ അങ്ങ് ദൂരേക്ക് വരെ ചന്ത നീണ്ടു കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. ഡ്രസ്സുകൾ വെറുതെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നു. പിന്നെ ഇവിടെ ഇത് മാത്രമല്ല, ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെയുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും. പിന്നെ നമ്മൾ കുറച്ച് മലയാളികളായതുകൊണ്ട് അതൊക്കെ ചില സമയത്ത് വാങ്ങിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. ഉണക്കമീനൊക്കെ കണ്ടാൽ പിന്നെ ജമ്മത്ത് വാങ്ങിക്കില്ല. അതുകൊണ്ട് ഞാൻ ആ പരിസരത്തേക്കേ പോയില്ല. വേറെ ഒന്നും കൊണ്ടല്ല, അത് ഇവിടെ വന്ന് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ പറ്റുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം വീഡിയോ എടുത്തിട്ട് ഇടാം. പിന്നെ ഇവിടെ മരുന്നുകളൊക്കെ വെക്കാൻ വെച്ചിരിക്കുന്നു. ആൾ ഡോക്ടറാണെന്ന് തോന്നുന്നു, എന്താ ചെയ്യുക. പിന്നെ കുറേ പച്ചക്കറി വിത്തുകളുണ്ട്. പിന്നെ ഞങ്ങൾ പ്ലേറ്റിൽ വന്ന് കണ്ടാൽ ചെമ്പരത്തിപ്പൂ അതൊന്നും വാങ്ങിച്ചില്ല, ഞങ്ങൾ വെറുതെ നോക്കിയിട്ട് വന്നു. പിന്നെ മാങ്ങയ്ക്ക് വില കേട്ടിട്ട് എൻ്റെ കണ്ണ് തള്ളി ഗൈസ്. ഇവിടെ മുടിഞ്ഞ വില ഫ്രൂട്ട്സിന്. പിന്നെ മാങ്ങ ആ പഴത്തിൻ്റെ വില കൊട്ടതോടെ ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ സി യു പറഞ്ഞു. കാരണം ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല, സമയമായി, ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം, ആൾക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കാതെ വേഗം വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ബൈ ഗായ്സ്, അടുത്ത വീഡിയോയിൽ കാണാം.